കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെൻറ്റ് അടിയന്തരമായി വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. സാധാരണ പാർലമെൻറ്റൊന്നും ഗൗരവത്തിലെടുക്കുന്ന ശീലം എൻ ഡി എക്കോ നരേന്ദ്രമോദിക്കോ ഒന്നുമില്ല. പക്ഷേ ഇത് വളരെ അത്യാവശ്യമാണ് എന്നവർ മനസ്സിലാക്കി. അത്യാവശ്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ ക്ലബ് ചെയ്തിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഒരു ഡിഫറെൻറ്റ് പാക്കേജായിട്ട്. അത് എന്ന് പറയുന്നത് ഒന്ന് ഡീലിമിറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ പുനർനിർണ്ണയിക്കാനുള്ളൊരു ബില്ലാണ്. ആ ബില്ലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇപ്പോഴുള്ള ബൗണ്ടറികളൊക്കെ തന്നെ പുനർനിർവചിക്കും. കൂടാതെ നമ്മൾ സംവരണം കൊടുക്കേണ്ടത് പുനർനിർവചിക്കും എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉള്ളത് 543 ലോക്സഭാ മണ്ഡലങ്ങളാണ്, അത് 850 ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനോടൊപ്പം അദ്ദേഹം കൂടിച്ചേർത്ത് വേറൊരു ബില്ല് കൂടി വെച്ചു. അതായത് ഇങ്ങനെ 850 ആക്കുമ്പോൾ അതിൽ നിന്ന് 33% സ്ത്രീകൾക്ക് സംവരണം കൂടി കൊടുക്കാം. ഇപ്പോഴുള്ള 543 കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, കാരണം കുറേ എം പിമാരുടെയൊക്കെ പണി പോകുമല്ലോ, ആണുങ്ങളായിട്ടുള്ള എം പിമാരുടെയൊക്കെ പണി പോകും എന്നറിയാവുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു ദയവ് കാണിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് പെട്ടെന്ന് അദ്ദേഹം അടിയന്തരമായിട്ട് നമുക്ക് വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിലേക്ക് സമ്മേളനം കൂടണം, എന്നിട്ട് ഈ ബില്ലുകൾ രണ്ടും എത്രയും പെട്ടെന്ന് പാസ്സാക്കണം. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്ട് ആറി തണുത്ത് പോകും എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കേൾക്കേണ്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ പ്രതിപക്ഷമൊക്കെ തന്നെ ഈ ബില്ലുകളെ അങ്ങോട്ട് എതിർക്കാൻ തീരുമാനിച്ചതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ 3/2 ഭൂരിപക്ഷം വേണ്ട ബില്ലുകളാണ്. കാരണം ഇത് ഭരണഘടനയുടെ ഭേദഗതികളാണ്. അപ്പോൾ അങ്ങനെ ഭരണഘടനാ ഭേദഗതി വരുത്തണമെന്നുണ്ടെങ്കിലുള്ള അംഗസംഖ്യ എന്താണെങ്കിലും BJPക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 352 പേരുടെയെങ്കിലും പിന്തുണ വേണം, അതില്ല. ഇത്തവണ ബില്ല് വളരെ മനോഹരമായി പരാജയപ്പെട്ടു എന്നുള്ളത് അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത് യഥാർത്ഥത്തിൽ BJP തോറ്റുകൊണ്ട് ജയിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു ബില്ലാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വനിതകളുടെ പാർട്ടിസിപ്പേഷൻ, അതായത് വനിതകൾ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് വളരെ വലിയ തോതിൽ കൂടി വരികയാണ് ഇന്ത്യയിൽ. പല സംസ്ഥാനങ്ങളിലും തന്നെ വനിതകളുടെ വോട്ടാണ് അവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ പലപ്പോഴും വീട്ടമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകളുടെ വിജയപരാജയങ്ങളെ തീരുമാനിക്കാനായിട്ട് പല സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. വളരെ വിശദമായി നോക്കിയാൽ അതുകൊണ്ട് പലപ്പോഴും ആൻറ്റി ഇൻകുംബൻസി തന്നെ കൃത്യമായി വർക്ക് ചെയ്യാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം ഈ പറയുന്ന വലിയ തോതിൽ 1500 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീം ബംഗാളിൽ നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ DMK ഇതുപോലെയുള്ള നിരവധി സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 3500 രൂപ കൂടി ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുപോലെ ബീഹാറിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇത് പ്രതിപക്ഷം പെടാൻ പോകുന്ന ഒരു കെണിയാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് കൃത്യമായിരിക്കുന്നു. ഇത് പ്രതിപക്ഷം അവിടെ പരാജയപ്പെടുത്തിയപ്പോൾ ഇതിൽ ഡീലിമിറ്റേഷൻ ബില്ല് എന്നുള്ളത് എടുത്ത് അങ്ങോട്ട് മാറ്റിവെക്കുകയും വനിതാ സംവരണത്തിനെതിരെ പ്രതിപക്ഷം വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഈ പരാജയപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ എല്ലാ നാഷണൽ മീഡിയകളിലും തന്നെ നിറഞ്ഞു നിൽക്കുകയും ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായി യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പെടാപ്പാട് പെടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും അതിൽ പരാജയപ്പെട്ടുകൊണ്ട് എങ്ങനെ ജയിക്കാമെന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ പ്ലാനുമൊക്കെ തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഈ പരിപാടിക്ക് തയ്യാറായത് എന്നുള്ളത് നമ്മുടെ പ്രതിപക്ഷത്തിന് മനസ്സിലായില്ല. പ്രതിപക്ഷത്തിന് ആകെ ഒരൊറ്റ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്ലാൻ ഗംഭീരമായിരുന്നു. കാരണം എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇതിനെ ചെറുക്കുക എന്നുള്ളത് മാത്രം. കൂടാതെ പാർലമെൻറ്റിൽ നല്ല 2 പ്രസംഗങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രം. ആ പ്രസംഗങ്ങൾ രണ്ടും ഈവൻ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നന്നായിട്ട് നടത്തി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് ഇവർ ഇതാ സ്ത്രീകൾക്കെതിരാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവാണ്. അപ്പോൾ ഇത് ഒരു വജ്രായുധമാണ്. അതായത് അധികാരത്തിലിരിക്കുന്ന DMKയും അതുപോലെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും ഒക്കെ തോൽപ്പിക്കാൻ സ്ത്രീകളുടെ വോട്ട് അനിവാര്യമാണെന്നറിയാവുന്ന BJP ഇറക്കിയിട്ടുള്ള ഏറ്റവും വലിയ വജ്രായുധമാണ്. ഈ കെണിയിൽ പ്രതിപക്ഷം പെടുമെന്ന് പറഞ്ഞത് പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലെല്ലാത്തിനും കൂടാതെ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം നരേന്ദ്രമോദി തന്നെ 8:30 നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. സാധാരണ അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ നോട്ട് നിരോധനം പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്നാണ് ജനം വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റാൻ പോകുന്ന ഒരു സ്പീച്ചാണെന്ന് എനിക്ക് ഉറപ്പമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹം ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത പോലെ അതിവൈകാരികമായി ജനങ്ങളോട് സംസാരിച്ചു. ആ ജനങ്ങളോട് സംസാരിക്കുന്ന വാചകങ്ങൾ ഓരോന്നും നിങ്ങൾ കേൾക്കേണ്ടതാണ്. വളരെ മെറ്റിക്കുലസ്ലി ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള
ഒരു പ്രസംഗമായിരുന്നു അത് എന്നുള്ളത് മനസ്സിലാക്കണം. അത് എല്ലാ ചാനലുകളും തന്നെ നിർബന്ധമായും കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ കൊടുക്കുകയും അതിൻ്റെ പുറത്ത് വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ BJPക്ക് ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലേക്കെല്ലാം തന്നെ അപ്പർ ഹാൻഡ് കിട്ടി. അതാണ് ഷോർട്ട് ടൈം ഗോള്. ലോങ് ടൈം ഗോള് വേറെ ഉണ്ട്. ഈ ഷോർട്ട് ടൈം ഗോള് ലോങ് ടൈം ഗോളിലും കൃത്യമായിട്ട് 2029 തെരഞ്ഞെടുപ്പിലും അവരിത് വലിയ ആയുധമാക്കാൻ പോകുന്നു. അവർ എന്ത് ചെയ്യുന്നു, മറ്റേ വനിതാ മോർച്ച പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ സമരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പ്രധാനമന്ത്രി പറഞ്ഞു തുടങ്ങിയത് 2 പാർട്ടികളെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് തമിഴ്നാട്ടിലെ DMKയെ കുറിച്ചും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് വെസ്റ്റ് ബംഗാളിൽ ഭരിക്കുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞു എടുത്തത്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ ഏതാണ്ട് പപ്പടം പോലെ പൊടിച്ചെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പാർട്ടികൾക്കെല്ലാം സ്ത്രീകൾക്ക് എതിരാണെന്നും ഈ സഭയിൽ ഈ പറയുന്ന പോലെ സമാജ്വാദി പാർട്ടിയും അതുപോലെ തൃണമൂൽ കോൺഗ്രസും DMKയും അവരെയൊക്കെയാണ് പരാജയപ്പെടുത്താൻ പറ്റാത്തത്. ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അവരൊക്കെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ ഒക്കെ പ്രശ്നമാണ്. ആ പാർട്ടികൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. ഇവരെല്ലാവരും തന്നെ സഭയിൽ എത്തില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ് സ്ത്രീകളോട് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? ഒരു പ്രധാനമന്ത്രി വന്ന് ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് BJPയുടെ നേതാവായി പ്രസംഗിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ ഔദ്യോഗിക സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ ഉറപ്പുവരുത്തണം, നിങ്ങളുടെ സംവരണത്തിന് ഇവരെതിരാണ്, അതുകൊണ്ട് ഇവർ സഭയിലേക്ക് എത്തില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ്. അടുത്ത വാചകം അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെതിരാണ്. കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് അവർ 10-40 കൊല്ലമായി തുടർന്നുകൊണ്ടിരുന്ന അവരുടെ തെറ്റുകൾ തിരുത്തുമെന്നാണ് ഞാൻ ആഗ്രഹിച്ചു പോയത്, പക്ഷേ അവരത് തിരുത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. എനിക്കതിൽ വലിയ ഗദ്ഗതമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് നിരവധി കാര്യങ്ങളിൽ അവരൊരു ആൻറ്റി റിഫോം പാർട്ടിയാണ്. വളരെ അത്ഭുതമാണ്. അവർ GST എതിർത്തു, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ എതിർത്തു, ട്രിപ്പിൾ തലാഖിനെ നിരോധിച്ചതിനെ എതിർത്തു, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 എതിർത്തു, യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നു. ഇങ്ങനെ നിലവിൽ കൊണ്ടുവരുന്ന ഏതൊരു നല്ല കാര്യങ്ങളെയും നുണ പറഞ്ഞുകൊണ്ട് എതിർക്കുന്നൊരു പാർട്ടിയാണ് പ്രതിപക്ഷം എന്നുകൂടിയാണ്. പ്രതിപക്ഷവും അതുപോലെ കോൺഗ്രസും എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ആ കോൺഗ്രസിൻ്റെ ആലിയായിട്ടുള്ള ആളുകളും കോൺഗ്രസും ഒക്കെ തന്നെ നിയമസഭയിലേക്കും ഒരു സഭകളിലേക്കും എത്തില്ല എന്നുള്ളത് പ്രിയപ്പെട്ട സ്ത്രീജനങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല മറ്റ് നിരവധി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ആൻറ്റി റിഫോം ആയിട്ടുള്ള ഒരു നിലപാടുകളാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളതെന്നും സ്ത്രീകളുടെ സ്വപ്നങ്ങളെ തകർത്തതിന് ഇവർ മാപ്പ് പറയണമെന്നും ഇവർ ഈ പറയുന്ന പോലെ വലിയ തോതിൽ അവർക്ക് ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഒരു ക്രെഡിറ്റും എനിക്ക് വേണ്ട. ആ ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് അത് നിങ്ങളോട് എടുത്തോളാൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു കാര്യത്തിന് അവരെന്നിട്ടും ഞങ്ങളോട് സഹകരിച്ചില്ല എന്ന് വളരെ വൈകാരികമായി മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഗംഭീരമായി പ്രസംഗിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് വുമൺസിൻ്റെ റിസർവേഷൻ 50% ഇൻക്രീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അത് കഴിയില്ലെങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് വെക്കാൻ പോലും ഞങ്ങളെ അനുവദിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. എനിക്കറിയാം എല്ലാ അമ്മമാരും സഹോദരിമാരും ഒക്കെ തന്നെ ദുഃഖിതരാണ് എന്ന് എനിക്കറിയാം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ദുഃഖിതരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഡയലോഗാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിലെ 66% വരുന്ന ആളുകളുടെ വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്നാണ്. എന്ന് പറഞ്ഞാൽ BJPക്കും NDA മുന്നണിക്കും കിട്ടിയത് ഏതാണ്ട് 34-35% വോട്ടുകളാണ്. അപ്പോൾ അതിൽ 66% വോട്ടുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുറപ്പാണ്. പക്ഷേ ഇന്ത്യയിലെ 100% വരുന്ന വനിതകൾ നാരീശക്തിയെല്ലാം തന്നെ ഞങ്ങളോടൊപ്പമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാമെന്നാണ്. അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു സ്വപ്നങ്ങളെ ആ സ്ത്രീ ശക്തിയെ ഭ്രൂണഹത്യ ചെയ്യാനാണ് കോൺഗ്രസും പ്രതിപക്ഷവും ശ്രമിച്ചത്. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. UPയിലെയും തമിഴ്നാട്ടിലെയും വെസ്റ്റ് ബംഗാളിലെയും ഒക്കെ തന്നെ അംഗസംഖ്യകൾ, അതായത് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റിലേക്കുള്ള ആളുകളുടെ നമ്പർ കൂടുമായിരുന്നു. ആ കൂട്ടാൻ കഴിയാത്തത് ഇവരുടെ നിലപാടുകൾ കൊണ്ടാണ്. ബിൽ നടപ്പിലാക്കാൻ കഴിയാത്തതിന് മാപ്പ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിവൈകാരികമായി നമ്മുടെ ജനത്തോട് പറഞ്ഞു വെക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇത് പരാജയപ്പെടുമെന്നും ഇത് പരാജയപ്പെട്ടില്ലെങ്കിൽ വലിയ ഷോക്കായി പോയാൽ BJPക്ക് പരാജയപ്പെടുമെന്നും അങ്ങനെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടി ഏതൊക്കെ നരേറ്റീവുകൾ ബിൽഡ് ചെയ്യണമെന്നും അതിൻ്റെ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി വന്നുകൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് റോഡ് ഷോ നടത്തിയാൽ അത് അത്ര വലിയ വിഷയമാവില്ല, ചർച്ചയാവില്ല. പക്ഷേ അവിടെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും സ്ത്രീജനങ്ങളെ കൊണ്ട് എന്ത് ചിന്തിപ്പിക്കണം, അവരുടെ ആ ചർച്ച ചെയ്യേണ്ട അജണ്ട എന്തായിരിക്കണമെന്ന് നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു ടോക്ക് കൂടിയാണ് 8:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. എന്ന് പറഞ്ഞാൽ
BJPക്കും NDAക്കും ഒക്കെ തന്നെ ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അടിയന്തരമായ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുക യാതൊരു അത്യാവശ്യവുമില്ലെങ്കിലും, പക്ഷെ അത് പരാജയപ്പെടുക, ആ പരാജയപ്പെട്ടതിന് ശേഷം അത് ചർച്ചാ വിഷയമാക്കുക, ആ ചർച്ചാ വിഷയമായതിനു ശേഷം ഹൃദയത്തിൽ തൊടുന്ന വളരെ പൊളിറ്റിക്കൽ ഐഡിയോളജികളൊന്നും വശമില്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾ ഇത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതുവരെ എത്തി നിൽക്കുന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം തന്നെ ബാറ്റൺ അദ്ദേഹം അതാത് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അവരും കൂടി ഭംഗിയായി ചെയ്താൽ ഇത് എത്രത്തോളം ഫലം കാണും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് മമതാ ബാനർജിയാണ്, അതുപോലെ DMKയിൽ MK സ്റ്റാലിനാണ്. അവരൊക്കെ തന്നെ മറ്റൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. MK സ്റ്റാലിൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെറേറ്റീവ് BJP അവരുടെ സംസ്കാരത്തിലേക്ക് ഒരു അധിനിവേശം നടത്താൻ വരുന്ന ഒരു പാർട്ടിയാണെന്നും അതിന് കൊടപിടിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന AIDMK എന്ന് പറയുന്ന ഒരു നരേഷനാണ് അദ്ദേഹം ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അവിടെ വിജയിക്കുമോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പില്ല. അതുപോലെ മമതാ ബാനർജി നഖശികാന്ത പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കാൻ കഴിയുന്നവരാണ്. കൂടാതെ മമതാ ബാനർജിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ പാർട്ടിയിൽ തന്നെ ഇത്തരത്തിൽ സംവരണത്തെക്കാൾ കൂടുതലുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ BJP അതിൻ്റെ അവസാനം വരെ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിലേക്ക് യാതൊരുവിധ മുന്നൊരുക്കവുമില്ലാതെ ആളുകളെ കൊണ്ട് കൃത്യമായി വോട്ടിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ഏതാനും ചില പത്രങ്ങളും മാധ്യമങ്ങളും ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ വലിയ പ്രചാരണം കൊടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രചരണ തന്ത്രമോ ഇതിനെ മറികടക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു സ്പീച്ച് നടത്തുന്നതിനെക്കുറിച്ചോ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ആലോചിക്കാതെ ചെന്ന് കയറിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് വലിയ സന്തോഷമുള്ളത് ഒരൊറ്റ കാര്യത്തിലാണ്, നമ്മുടെ ജനാധിപത്യവും നമ്മുടെ പ്രധാനമന്ത്രിയൊന്നും ഇത്തരത്തിൽ ആ പ്രധാനമന്ത്രി വ്രതം ഔദ്യോഗികമായി ഇങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടതല്ല എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. പക്ഷെ ഒറ്റ കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളത്, ഞാൻ നിങ്ങളോട് ഇത് മുൻകൂട്ടി പറഞ്ഞത് അതേപോലെ അനുസരിച്ച് കൃത്യമായിട്ടുള്ള തിരക്കഥ അങ്ങനെ തന്നെ നടന്നിരിക്കുന്നു. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു ആയുധം മാത്രമായി മാറിയിരിക്കുന്നു. ഇതിൽ പ്രധാനമന്ത്രി ഒരു വാചകവും കൂടി പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞു, അതായത് എല്ലാ സംസ്ഥാനങ്ങളുടെയും സീറ്റുകൾ ഒരേ പ്രൊപ്പോർഷനായി തന്നെ എല്ലാവരുടെയും 50% തന്നെ വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ ആർക്കും എന്ത് ചെയ്യില്ല, അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടില്ല. കാരണം ഉത്തർപ്രദേശിൽ 120 സീറ്റുകളാവും, പക്ഷേ കേരളത്തിൽ 30 സീറ്റുകളാവും. അപ്പോൾ അത്തരത്തിൽ 50% വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ കൊടുത്തു. ആ ഓഫറൊക്കെ തന്നെ വളരെ വിചിത്രമാണ്. കാരണം പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂർ തരൂ, ഞാൻ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് വരാം എന്നൊക്കെയാണ് അമിത്ഷാ പറഞ്ഞത്. അത്തരത്തിലൊരു ബില്ലിൽ മാറ്റം വരുത്താൻ കഴിയുമോ, അമെൻമെൻറ്റ് വരുത്താൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് അമെൻമെൻറ്റ് സജസ്റ്റ് ചെയ്യണോ അതോ ബില്ലിനെ തുറന്നെതിർക്കണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും രാഷ്ട്രീയമായൊരു നേട്ടമുണ്ടായിരിക്കുന്നു. ഇനി ഇതും പിന്നെ പിടിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങൾ, അതുപോലെ തന്നെ പദ്ധതികൾ കൂടി BJPക്കുണ്ടാവും. ഈ ക്യാമ്പയിൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന്, പക്ഷേ ഇതിനെങ്ങനെ ചെറുക്കണമെന്ന് യാതൊരുവിധ ഐഡിയയും ഇന്ത്യ മുന്നണിക്കില്ല എന്നുള്ളത് കൂടിയാണ് വാസ്തവം. പറഞ്ഞത് ശരിയായിരിക്കുന്നു.